ഹരേ കൃഷ്ണ. ഏകാദശി പരിവർത്തിനി ഏകാദശി 2024 സെപ്റ്റംബർ 14. പാരണ വീടേണ്ടത് 2024 സെപ്റ്റംബർ 15. എല്ലാ സ്ഥലങ്ങളിലും ഇതേ രീതിയിൽ തന്നെയാണ് ഏകാദശി എടുക്കേണ്ടതും പാരണ വീടേണ്ടതും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. 15-ാം തീയതി ഓണമാണ്, തിരുവോണമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ തിരുനാളാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഏകാദശിയും പാരണയും വളരെ വളരെ വിശേഷമാണ്. ഇനി ഏകാദശി എങ്ങനെയാണ് എടുക്കേണ്ടത്? ഏകാദശി ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഏത് പൂവ് കൊണ്ടാണ് ഭഗവാനെ അർച്ചന ചെയ്യേണ്ടത്? ഏതാണ് അന്നത്തെ ദിവസം ഭഗവാനെ സമർപ്പിക്കേണ്ടത്? അതുപോലെ എന്ത് വസ്തുക്കളാണ് ദാനം ചെയ്യേണ്ടത് മുതലായ വിശദമായ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു. ഏകാദശി വീഡിയോയിൽ അതെല്ലാവരും കേൾക്കണം. കേൾക്കാത്തവരുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഏകാദശി ദിവസം നമ്മൾ കഴിക്കേണ്ടത് ഭക്ഷണങ്ങളെ പറ്റി അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഏകാദശി ദിവസം ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ളത്. ഉള്ളിയും വെളുത്തുള്ളിയും ചേരാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ സെക്കൻഡ് ചാനലിൽ കൗസ്തുഭം വെജ് ഫുഡ്സിൽ ഇട്ടിട്ടുണ്ട്. ഏകാദശി പുഴുക്ക് ഇട്ടിട്ടുണ്ട്, ഏകാദശി ദിവസത്തെ സൂപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ധാരാളം വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ ചാനലും കൂടി ഒന്ന് കണ്ട് അതനുസരിച്ചിട്ട് ഇത്തവണത്തെ ഓണസദ്യ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഭഗവാന് നമുക്ക് ഇലയിട്ട് ആഹാരം നൈവേദ്യമായിട്ട് വിളമ്പാനായിട്ട് പറ്റും. എല്ലാവരും ശ്രദ്ധിക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും രജസ സ്വഭാവമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അതുകൊണ്ട് സാധാരണയായി ക്ഷേത്രത്തിൽ ഭഗവാന് ഈ വസ്തുക്കളിട്ട ആഹാര പദാർത്ഥങ്ങൾ വിളമ്പാറില്ല. ഗുരുവായൂരൊക്കെ പോകുന്നവർക്കറിയാം, അവിടെ ഉള്ളിയും വെളുത്തുള്ളിയും ഉപയോഗിക്കാറില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, തിരുവോണ ദിവസം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പിറന്നാൾ ദിവസമൊക്കെ തന്നെ നമ്മൾ ശുദ്ധമായ ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ, അതായത് വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ആ വിഭവം ഭഗവാന് വിളമ്പിയതിന് ശേഷം വേണം നമ്മളെല്ലാവരും കഴിക്കാനായിട്ട്. 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് ഭഗവാന്റെ മുമ്പിൽ ഇലയിട്ട്, ഒരു കുഞ്ഞു തൂഷ്ണിലയിട്ട് നമ്മൾ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടോ ആ ആഹാരങ്ങളെല്ലാം തന്നെ വിദ്യാമണ്ണം വിളമ്പി ഭഗവാനെ സമർപ്പിക്കണം. അതിനുശേഷം നമുക്ക് ആഹാരം കഴിക്കാനായിട്ട് പറ്റും. ഇവിടെ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഭഗവാന്റെ തിരുനാളാണ്, ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുനാളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ വിശേഷമാണ് തിരുവോണ ദിവസം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. മലയാളികളുടെ കാര്യമെന്ന് പറയുന്നത്, ഓണം എന്ന് പറയുന്നത്, എത്ര പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ കടം മേടിച്ചിട്ടായാലും ഓണം ആഘോഷിക്കാറുണ്ട്. കാണം വിറ്റും ഓണം ഉണ്ണുന്ന ശീലമാണ് മലയാളിക്കുള്ളത്. നമ്മളെല്ലാവർക്കും ഡ്രസ്സ് എടുക്കും. നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും സാധാരണയായി ചെറിയ പൈസയ്ക്കാണെങ്കിൽ പോലും നമ്മളൊരു കോടി എടുക്കാറുണ്ട്. നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകൾക്ക് എടുക്കും, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ജോലിക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്കെടുക്കും, എല്ലാവർക്കും എടുക്കും. പക്ഷേ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, ഭഗവാന് ഓണക്കോടി എടുക്കുക എന്നുള്ളത്. ഇത്തവണ മുതൽ നിർബന്ധമായും എല്ലാവരും ഭഗവാന് ഓണക്കോടി എടുക്കണം. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞമുണ്ട് കിട്ടും. ഒരു മഞ്ഞമുണ്ട് മേടിച്ച് ഭഗവാന് സമർപ്പിക്കാം. ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഭഗവാനൊരു ഉടയാട മേടിച്ച് സമർപ്പിക്കാം. അക്കാര്യം ഇത്തവണ മറന്നു പോകരുത്, നിർബന്ധമായും ചെയ്യണം. പാരണ കൃത്യസമയത്ത് തന്നെ വീടാനായി ശ്രമിക്കുക. പിന്നെ 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് ഭഗവാനെ തൊഴുന്നതും വളരെ വിശേഷമാണ് അന്നത്തെ ദിവസം. കാരണം 5 തിരിയിട്ട് കത്തിക്കുന്ന വിളക്ക് ഭദ്രദീപമാണ്, ഐശ്വര്യദായകമാണ്. മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഭദ്രദീപം. ഇനി പാരണാ സമയം നോക്കാം. സ്ഥിരമായി പറയുന്ന സ്ഥലങ്ങളാണ് പറയുന്നത്. ഏതെങ്കിലും സ്ഥലം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറയാം. അടുത്ത തവണത്തെ വീഡിയോ മുതൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യാം. കേരളത്തിൽ 15-ാം തീയതി രാവിലെ 6:12 മുതൽ 10:16 വരെയുള്ള സമയത്താണ് പാരണ വീടേണ്ടത്. തമിഴ്നാട് 5:58 മുതൽ 10:02 വരെ. കർണാടക 6:09 മുതൽ 10:13 വരെ 15-ാം തീയതി രാവിലെ. തെലുങ്കാന 15-ാം തീയതി രാവിലെ 6:04 മുതൽ 10:09 വരെ. ഗോവ 6:23 മുതൽ 10:27 വരെ. മഹാരാഷ്ട്ര 6:26 മുതൽ 10:31 വരെ. മധ്യപ്രദേശ് 6:07 മുതൽ 10:12 വരെ. ഗുജറാത്ത് 6:36 മുതൽ 10:42 വരെ. ഡൽഹി 6:06 മുതൽ 10:12 വരെ. ഫരീദാബാദ് ഹരിയാന 6:06 മുതൽ 10:12 വരെ. രാജസ്ഥാൻ 6:12 മുതൽ 10:19 വരെ.
ഒറീസ 5:34 മുതൽ 9:39 വരെ. ഇത്രയാണ് നമ്മൾ സ്ഥിരമായി ഭാരതത്തിൽ പറയുന്ന സ്ഥലങ്ങൾ. മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോളൂ, പറയാം. ഇനി വിദേശ രാജ്യങ്ങളായ ദോഹ ഖത്തർ 15-ാം തീയതി രാവിലെ 5:20 മുതൽ 9:26 വരെ. ദുബായ് 6:05 മുതൽ 10:11 വരെ. കുവൈറ്റ് 5:33 മുതൽ 9:40 വരെ. അബുദാബി 6:09 മുതൽ 10:15 വരെ. ബഹ്റൈൻ 5:23 മുതൽ 9:29 വരെ. സൗദി അറേബ്യ 5:39 മുതൽ 9:45 വരെ. ഷാർജ 6:04 മുതൽ 10:10 വരെ. ഒമാൻ 5:53 മുതൽ 9:58 വരെ. അമേരിക്ക 6:50 മുതൽ 8:42 വരെ. ജോർദാൻ 6:20 മുതൽ 10:27 വരെ. ഓസ്ട്രേലിയ 6:34 മുതൽ 10 മണി വരെ. UK 6:36 മുതൽ 10:49 വരെ. സിംഗപ്പൂർ 6:56 മുതൽ 10:58 വരെ. സാംബിയ 6:02 മുതൽ 10:02 വരെ. ന്യൂസിലാൻഡ് 15-ാം തീയതി രാവിലെ 8:34 മുതൽ 8:44 വരെ. മാലദ്വീപ്സ് 5:57 മുതൽ 10 മണി വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ കാനഡ 6:50 മുതൽ 11:02 വരെ. അർമേനിയ 6:43 മുതൽ 10:52 വരെ. ചൈന 6:41 മുതൽ 10:47 വരെ. ഇസ്രായേൽ 6:23 മുതൽ 10:30 വരെ. കേപ്പ് ടൗൺ സൗത്ത് ആഫ്രിക്ക 6:45 മുതൽ 10:43 വരെ. ജർമ്മനി 6:41 മുതൽ 10:54 വരെ. മലേഷ്യ 7:04 മുതൽ 11:07 വരെ. ആൻഡമാൻ നിക്കോബാർ 5:08 മുതൽ 9:12 വരെ. ഹരേ കൃഷ്ണ. ഇനി ഏതെങ്കിലും സ്ഥലങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടോളൂ, മരണാസമയം പറയാം. അപ്പോൾ ഇതനുസരിച്ചിട്ട് എല്ലാവരും പാരണ വീടുക. കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന സാമ്പൻ്റെ വിവാഹ കഥ എല്ലാവരും കേൾക്കണം. അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, സമന്തകമണി, അതും കേൾക്കണം. സാമ്പൻ വളരെ വിശേഷപ്പെട്ട ഒരു കഥാപാത്രമാണ്. മഹാഭാരതത്തിലെ ഭഗവാന്റെ പുത്രനാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള ചില കഥകളാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടത്. എല്ലാവരും ആ കഥ കേട്ട് അഭിപ്രായം പറയണം. അതുപോലെ ഇത്തവണത്തെ ഓണസദ്യ ഭഗവാന് വിളമ്പുന്ന കാര്യം, ശുദ്ധമായ ആഹാരമുണ്ടാക്കി ഭഗവാന് വിളമ്പുന്ന കാര്യം ആരും മറക്കരുത്. അതുപോലെ ഭഗവാന് ഓണക്കോടി സമർപ്പിക്കുന്ന കാര്യവും ആരും തന്നെ മറക്കരുത്. നിർബന്ധമായും നമ്മളുടെ സമ്പാദ്യത്തിൽ നിന്നും ഒരു ചെറിയ ഒരു വിഹിതം മാത്രമേ അതിനാവുകയുള്ളൂ. അത് ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ വരുമ്പോഴും വിഷു വരുമ്പോഴും ഓണം വരുമ്പോഴുമൊക്കെ നമുക്ക് ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ ഭഗവാന് ഒരു മഞ്ഞുമുണ്ട്, അത് മേടിച്ച് നിർബന്ധമായും കൊടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകും. എല്ലാവരെയും ഓർത്തപ്പോൾ ഭഗവാനെ മാത്രം മറന്നു പോകരുത്. അതുപോലെ നമ്മുടെ വീട്ടിലെ തലമുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സമ്മാനം കൊടുത്ത് അവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏകാദശികൾ ഒരു മാസത്തിൽ 2 എണ്ണമുണ്ട്. 2 എണ്ണവും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേതെങ്കിലും ഒന്നിനല്ല കൂടുതൽ പ്രാധാന്യമുള്ളത്, രണ്ടും എടുക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.